നമസ്കാരം. നമ്മുടെയൊക്കെ മനസ്സ് ഈ പഴയ ക്ലോക്കുകളുടെ പെൻഡുലം പോലെയാണെന്ന് പറയാറുണ്ട്. പഴയ ക്ലോക്ക് കണ്ടിട്ടില്ലേ? അതിൻ്റെ പെൻഡുലം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കും. ഈ ഭാഗത്തേക്ക് പോയാൽ നമ്മുടെ പഴയ കാലത്തെക്കുറിച്ചുള്ള നമ്മുടെ ദുഃഖങ്ങളോ പശ്ചാത്താപങ്ങളോ അഭിമാനമോ ഒക്കെ ആയിരിക്കും. അത് ഈ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളായിരിക്കും അതിനകത്ത് കൂടുതലും ഉണ്ടാകുക. ഈ പെൻഡുലം നടുക്ക് ഇന്ന് പിടിച്ചു നിർത്താൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ജീവിത വിജയം എന്ന് പറയുക. നമ്മുടെ പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ച് സ്ഥിരമായി ദുഃഖിച്ചു കൊണ്ടിരുന്നാൽ അത് നമ്മളെ വിഷാദത്തിലേക്കും ഫ്യൂച്ചറിനെ അല്ലെങ്കിൽ ഭാവി കാലത്തെ ഓർത്ത് അമിതമായി ആശങ്കപ്പെട്ടുകൊണ്ടിരുന്നാൽ അത് ആങ്സൈറ്റി അഥവാ ആകാംക്ഷയിലേക്കും ഒക്കെ നമ്മളെ നയിച്ചേക്കാം. ഭൂതകാലത്തെ ദുഃഖങ്ങളും ഭാവിയെക്കുറിച്ചുള്ള ആകാംക്ഷയും കൊണ്ട് നമ്മൾ നശിപ്പിക്കുന്നത് നമ്മുടെ ഇന്നുകളാണ്. പോയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് വെറുതെ സമയം മെനക്കെടുത്തിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നാളെ നല്ലതാകണമെങ്കിൽ ഇന്ന് അതിനുവേണ്ടി പ്രവർത്തിക്കണം. അതുകൊണ്ട് ഇന്നുകളെ നമുക്ക് നഷ്ടപ്പെടുത്താതിരിക്കുക. ഇതിനൊരു ടെക്നിക്കുണ്ട്. ഇന്ന് ഈ നിമിഷം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് അതങ്ങ് ചെയ്യുക. ലിവ് ഇൻ ദ പ്രസന്റ് എന്നൊക്കെ ഇംഗ്ലീഷിൽ ഇതിനെ വിശേഷിപ്പിക്കും. അതുകൊണ്ട് ഇന്നങ്ങ് അടിച്ചുപൊളിച്ച് ജീവിക്കുന്നേ, ഇന്ന് ലക്ഷ്യബോധത്തോടെ ജീവിച്ചാലേ നാളെയെ നമുക്ക് മനോഹരമാക്കാനാകൂ എന്ന കാര്യവും മറക്കണ്ട.